തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാക്കുകയാണ് UDF. മുന്നണിയുടെ അടിത്തറ വിപുലമാക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജോസ് കെ മാണിയെ മുസ്ലിം ലീഗ് UDF-ലേക്ക് സ്വാഗതം ചെയ്തു. മുന്നണി പറഞ്ഞാൽ പാല വിട്ടു നൽകാമെന്ന് മാണി സി കാപ്പനും പറഞ്ഞു. എന്നാൽ ജോസ് കെ മാണിയെ മുന്നണിയിൽ എത്തിക്കുന്നതിന് തുടക്കത്തിലേ തടയിട്ടിരിക്കുകയാണ് PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടമായെന്നും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളെ കാര്യമാക്കുന്നില്ലെന്നും PJ ജോസഫ് പറഞ്ഞു. UDF-ന്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കും. കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്ക് അപ്പുറത്തുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മൾ പറയല്ലോ ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇപ്പോഴത്തെ വാക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്, അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് UDF. അതിപ്പോൾ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിൻ്റെ അടിത്തറ വിപുലീകരിച്ച് കുറേ കൂടെ ശക്തമായി UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ്. UDF-ന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ചൂണ്ടുവലകയാണ്. UDF-ന്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDF-ലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള ലീഗൊക്കെ അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. അടിത്തറ വിപുലമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇടതുപക്ഷത്തേക്ക് അവർക്ക് വോട്ട് രക്ഷ കിട്ടിയില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. അത് അവർ പ്രതികരിക്കുന്നില്ല. അത് നിസ്സഹായത കൊണ്ടാണ് അവർക്ക് അവിടെ, കാരണം ഇടതുപക്ഷത്തെ ഒരു ഘടകകക്ഷിയാണ്. അവിടെ ഒരു പ്രസക്തി ആ ഒരു പശ്ചാത്തലത്തിലാണോ KPCC പ്രസിഡന്റ് KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് പറയാറില്ല. പ്രതികരണങ്ങൾ കേട്ടുകഴിഞ്ഞു. വിശദാംശങ്ങളുമായി സജോ ദേവസിയും രാഹുൽ സുരേഷും ചേരുകയാണ്. ആദ്യം സജോയിലേക്കാണ്. സജോ, മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ലീഗ് ഇരുകൈയും നീട്ടി ഇങ്ങനെ സ്വീകരിക്കുകയാണോ? പക്ഷേ ജോസ് കെ മാണി വിഭാഗം വരുമെന്നുള്ളൊരു പ്രതീക്ഷ ലീഗിനുണ്ടെങ്കിലും കോൺഗ്രസ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തായാലും ലീഗ് സ്വാഗതം ചെയ്തു കഴിഞ്ഞു അല്ലേ? റോഷ്നി, ഒരു വിഭാഗം UDF നേതാക്കൾ ഇതിനകം തന്നെ ജോസ് കെ മാണിക്ക് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. ലീഗ് കൂടി അതിനെ പിന്തുണയ്ക്കുകയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം കൂടി UDF-ലേക്ക് വരുന്ന പശ്ചാത്തലമുണ്ടായാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പ്രതിപക്ഷ നേതാവടക്കം സൂചിപ്പിച്ചതുപോലെ അടിത്തറ വിപുലീകരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ കക്ഷികൾ മുന്നണിയിൽ എത്തുക എന്ന അർത്ഥം കൂടി സ്വാഭാവികമായും അതിനുണ്ട്. പക്ഷേ ഇതിലെ ഒരു പ്രായോഗിക പ്രതിസന്ധി എന്നത് കേരള കോൺഗ്രസ് എം UDF-ലേക്ക് തിരികെ വരുന്നതിന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ അടക്കം നേതാക്കൾക്ക് വലിയ താല്പര്യമില്ല എന്നതാണ് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അവർ മടങ്ങി വരുമ്പോൾ സീറ്റുകൾ സംബന്ധിച്ചുള്ള പ്രശ്നം പോലും ഉണ്ടാകും. ഉദാഹരണത്തിന് പാലാ സീറ്റ് അടക്കമുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. പാലാ തുടങ്ങി സീറ്റുകൾ ഓരോന്നായി പരിശോധിച്ചാൽ, ചങ്ങനാശ്ശേരി അങ്ങനെ സീറ്റുകൾ പരിശോധിച്ചാൽ അവയുടെ കാര്യത്തിൽ എന്ത് ധാരണയിലേക്ക് എത്താൻ കഴിയും എന്നടക്കമുള്ള കാര്യത്തിൽ അപ്പോഴും ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ കോട്ടയത്തടക്കം അവർക്ക് കൂടുതൽ ശക്തിയുള്ള മധ്യ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ വലിയ വിജയം UDF-ന് ഉണ്ടായി എന്നാണ് ആ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ അണികളിൽ വലിയൊരു വിഭാഗത്തിന് UDF-ലേക്ക് തിരികെ പോകണം എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, വളരെ വേഗത്തിലൊരു തീരുമാനമെടുക്കുക എന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. UDF-ലേക്ക് ചെന്നാൽ അവരുടെ പല ഡിമാൻഡുകളും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനിയും ചിത്രം തെളിയേണ്ടതുണ്ട് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാഷ്ട്രീയമാണത്, സാധ്യതകളുടെ കലയാണ്. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിച്ചുകൂടായികയില്ല എന്നതൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ തുറന്നും പരസ്യമായും അല്ലാതെയും സൂചനകൾ വഴിയും ഒക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു പ്രായോഗിക തലത്തിൽ ഒരു മുന്നണി മാറ്റത്തിന്റെ സാധ്യതയിലേക്ക് വളരും വിധം ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരള കോൺഗ്രസ് എം അതിന് വഴങ്ങണം, അത് സംബന്ധിച്ച് പലതരം ചർച്ചകൾ അണിയറയിൽ നടക്കണം. അങ്ങനെ ഒരു ധാരണയും ഉറപ്പും ലഭ്യമായാൽ മാത്രമേ എന്തെങ്കിലും ഒരു നീക്കത്തിന്
തുടക്കമിടാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുകയുള്ളൂ. വലിയ തിരിച്ചടി അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കേരള കോൺഗ്രസ് എം നേരിട്ടു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് കോട്ടയത്തെയും ഇടുക്കിയിലെയും അതുപോലെ അവർ മത്സരിച്ച പ്രധാനപ്പെട്ട മലയോര പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ വലിയ രാഷ്ട്രീയ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന് നേരിട്ടു. അത് പക്ഷേ UDF അനുകൂല തരംഗത്തിന്റെ ഭാഗമായി തങ്ങൾക്ക് കൂടി അതിന്റെ പങ്ക് കിട്ടിയതാണ് എന്ന നിലയ്ക്ക് അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും പാലാ നഗരസഭയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകളടക്കം അല്ലെങ്കിൽ ആ നിലയിൽ ആ നമ്പറിലൊക്കെ നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോഴും വലിയ തിരിച്ചടി അവർ നേരിടുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇവരുടെ അതേ ക്ലെയിം, ഇപ്പോഴുള്ള അതേ ക്ലെയിം UDF-ലേക്ക് പോയാൽ കിട്ടുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത നിലനിർത്തുന്നു എല്ലാവരും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, അത് ആ സാധ്യത അത് എത്രത്തോളം നടപ്പിലാവും എന്നുള്ളതാണ്. അതിനകം തന്നെ ഇപ്പോ രാഹുൽ സുരേഷ് കൂടി ചേരുന്നു. രാഹുൽ, ഈ ജോസ് കെ മാണി വിഭാഗം വരും എന്നുള്ള ഒരു സൂചനകളോ അങ്ങനെ ഒന്നുമില്ല. വരുമോ ഇല്ലയോ അതാണ് ചോദ്യം. പക്ഷെ ആ ചോദ്യം തുടങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ PJ ജോസഫ് പറയുന്ന കാര്യം കൂടി കണക്കിലെടുക്കണം. ഈ PJ ജോസഫ് വിഭാഗത്തിനെയൊക്കെ പിണക്കിക്കൊണ്ട് മുന്നണി അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? ഇനിയിപ്പോ ജോസ് കെ മാണി വിഭാഗം വന്നാൽ തന്നെ അതൊരു വലിയ പോരിലേക്കല്ലേ പോവുക? PJ ജോസഫ് എന്താണ് പറഞ്ഞത് ഇന്ന്? റോഷ്നി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലാണ്. അവർ ഭരിച്ചിരുന്ന ഭൂരിഭാഗം പഞ്ചായത്തുകളും വാർഡുകളും അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ പരോക്ഷമായി തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ലേക്ക് സ്വീകരിച്ചത്. പക്ഷേ ഇതിനെ മുളയിലെ തന്നെ നുള്ളുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഈ മാണി വിഭാഗം പലയിടങ്ങളിലും തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസക്തി മധ്യ കേരളത്തിൽ ഇല്ലാതായി എന്നാണ് പറയുന്നത്. മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നതിനെ പൂർണ്ണമായും തള്ളുകയാണ് PJ ജോസഫ് ചെയ്യുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. സ്വർണ്ണപ്പാളി കവർച്ചയിൽ അവർ മൂകസാക്ഷികളായി മാറി. UDF-ന്റെ ഐക്യം വിപുലീകരിക്കണം, പക്ഷേ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നാൽ അത് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം റോഷ്നി, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരികയാണെങ്കിൽ ജോസഫ് വിഭാഗം 2 സീറ്റുകൾ ഇടുക്കിയിൽ മാത്രം വിട്ടു നൽകേണ്ടി വരും. അതിലൊന്ന് തൊടുപുഴയും മറ്റൊന്ന് ഇടുക്കിയുമാണ്. തൊടുപുഴയിൽ ജോസഫിന്റെ മകനായിട്ടുള്ള അബുവിനെ മത്സരിപ്പിക്കാനാണ് നിലവിൽ ജോസഫ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഇടുക്കിയിൽ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. അങ്ങനെ മാണി വിഭാഗം വരികയാണെങ്കിൽ ഈ സീറ്റുകൾ വിട്ടു നൽകേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട ആശങ്ക. എന്താണെങ്കിലും അതിനെ പൂർണ്ണമായും അനുകൂലിക്കാൻ ജോസഫ് തയ്യാറാകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റോഷ്നി. ഓക്കെ, അത് PJ ജോസഫിന്റെ ആശങ്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ നിലപാട് എന്തായിരിക്കും അത് നമുക്ക് പരിശോധിക്കാം ഒരിടവേളയ്ക്ക് ശേഷം.